നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അവസാന നിമിഷം പണി വാങ്ങിക്കൂട്ടി ജയം കൈവിട്ടിരിക്കുകയാണ് ഇന്റർ മയാമി. ഇന്നലെ രാത്രി നടന്ന ന്യൂയോർക്ക് സിറ്റിയുമായിട്ടുള്ള മത്സരം 1-1 സമനില. ലിയോ മെസ്സി കളിക്കളത്തിലേക്ക് മടങ്ങി എത്തിയിട്ട് ഇപ്പം 3 കളികൾ അവർക്ക് വേണ്ടി കളിച്ചിട്ട് 1 ജയിച്ചു, ബാക്കി 2 സമനില. ആദ്യ കളി ഫിലാഡൽഫിയക്കെതിരെ 3-1 വിജയം മെസ്സി പൊളിച്ചടുക്കി. പക്ഷേ അറ്റ്ലാന്റ യുണൈറ്റഡുമായിട്ട് 2-2 സമനില. അതും 80 മിനിറ്റിന് ശേഷം ഗോൾ വഴങ്ങിയുള്ള ലീഡ് നശിപ്പിച്ചതാണ്. ഇവിടെ ന്യൂയോർക്ക് സിറ്റിയുമായിട്ട് നടന്ന മത്സരത്തിൽ അവസാന ഘട്ടത്തിലാണ് പണി വാങ്ങിക്കൂട്ടി കിട്ടിയ വിജയം കൈവിട്ട് കളഞ്ഞത്. മത്സരത്തിൽ ആദ്യ 11-ൽ തന്നെ ലൂയിസ് സുവാരസും ലിയോ മെസ്സിയും ഒക്കെ ഇന്റർ മയാമിക്കായിട്ട് മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഇറങ്ങിയിരുന്നു. കഴിഞ്ഞ കളിയിൽ അവർ സബ്സ്റ്റിറ്റ്യൂട്ടാണ് വന്നതെങ്കിൽ ഈ കളിയിൽ ആദ്യ 11-ൽ തന്നെ 2 പേരെയും കോച്ച് ഇറക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതിയിൽ 75-ാമത്തെ മിനിറ്റിൽ കമ്പാനയാണ് ഇന്റർ മയാമിയുടെ ഗോൾ നേടുന്നത്. ലിയോ മെസ്സി ജോഡി ആൽബക്ക് കൊടുത്ത പന്ത് ആൽബയുടെ അസിസ്റ്റിൽ നിന്നാണ് കമ്പാന വലയിലേക്ക് എത്തിക്കുന്നത്. ആ ഒറ്റ ഗോളിന് ഇന്റർ മയാമി വിജയിച്ച് കയറി എന്ന് കരുതിയതാണ്. പക്ഷേ അവസാന നിമിഷത്തിൽ കളിയുടെ ഇഞ്ചുറി ടൈമിൽ ജെയിംസ് ഹാൻസ് നേടിയ ഗോളിലൂടെ ന്യൂയോർക്ക് സിറ്റി ഒപ്പം പിടിക്കുകയായിരുന്നു. ഏതായാലും മത്സരം സമനിലയായി എന്നുള്ളത് കൊണ്ടൊന്നും ഇന്റർ മയാമിയുടെ ഈസ്റ്റേൺ കോൺഫറൻസിലെ 1-ാം സ്ഥാനത്തിന് ഇളക്കമില്ല. 30 കളികളിൽ നിന്ന് 64 പോയിന്റുമായിട്ട് അവർ 1-ാം സ്ഥാനത്ത് കുതിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.